ഇന്ത്യ എന്ന മഹാവൃക്ഷത്തിനെ ബാധിച്ചിരിക്കുന്ന ഇത്തിൽ കണ്ണികളാണ് നക്സലിസവും മാവോയിസവും. രാജ്യത്തിനകത്തുള്ള രാജ്യത്തിന്റെ തന്നെ ശത്രുക്കൾ. നമ്മുടെ യുവാക്കളെ വഴിതെറ്റിക്കുകയും നാടിന്റെ സമാധാനം കെടുത്തുകയും ചെയ്യുന്ന ആ ഇത്തിൽ കണ്ണികളെ ഒന്നൊന്നായി പറിച്ചു കളഞ്ഞ് രാജ്യത്തെ ശുദ്ധീകരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഒരു വിജയ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ബീഹാർ സംസ്ഥാനം പൂർണ്ണമായും മാവോയിസ്റ്റ് മുക്തമായിരിക്കുന്നു. തലയ്ക്ക് 3 ലക്ഷം രൂപ വിലയിട്ടിരുന്ന കമ്മ്യൂണിസ്റ്റ് ഭീകരൻ സുരേഷ് കോട എന്ന മുസ്തഖീം കീഴടങ്ങിയതോടെയാണ് ഈ സുപ്രധാന പ്രഖ്യാപനം ഉണ്ടായത്. ഇതോടെ സംസ്ഥാനത്ത് സജീവമായിരുന്ന മാവോയിസ്റ്റ് ഭീകരതയ്ക്ക് അന്ത്യം കുറിച്ചതായി സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ആരാണ് ഈ സുരേഷ് കോട? കഴിഞ്ഞ 25 വർഷമായി ഒളിവിൽ കഴിയുകയായിരുന്ന CPM മാവോയിസ്റ്റ് സംസ്ഥാന സമിതി അംഗം. 60ഓളം ക്രിമിനൽ കേസുകളാണ് ഇയാൾക്കെതിരെ നിലവിലുള്ളത്. 2008-ലും 2010-ലും 2 കാവൽക്കാരെ, നമ്മുടെ സൈനികരെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയതുൾപ്പെടെ നിരവധി ക്രൂരമായ കൊലപാതകങ്ങളിൽ ഇയാൾ നേരിട്ട് പങ്കാളിയാണ്. 1/4 നൂറ്റാണ്ടായ ഒരു ജനതയെ മുഴുവൻ ഭീതിയിലാഴ്ത്തിയ ഒരു കൊടും ഭീകരനാണ് ഇപ്പോൾ നിയമത്തിന് മുന്നിൽ മുട്ടുമടക്കിയിരിക്കുന്നത്. മാർച്ച് അവസാനത്തോടെ രാജ്യത്ത് നിന്നും ചുവപ്പ് ഭീകരത പൂർണ്ണമായും തുടച്ചു നീക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രഖ്യാപിച്ചിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ ആ ലക്ഷ്യത്തിലേക്കുള്ള അതിനിർണായകമായ ചുവടുവയ്പ്പാണ് ബീഹാറിലെ ഈ ഓപ്പറേഷൻ. ബീഹാർ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിന്റെ ശക്തമായ വേട്ടയാടലിലൂടെ മാവോയിസ്റ്റ് കമാൻഡർമാർ കൂട്ടത്തോടെ കീഴടങ്ങുകയും നിരവധി പേർ ഏറ്റുമുട്ടലുകളിൽ കൊല്ലപ്പെടുകയും ചെയ്തു. പിടിച്ചു നിൽക്കാൻ വേറെ വഴിയില്ലാതെയാണ് സുരേഷ് കോടയ്ക്ക് ഇപ്പോൾ കീഴടങ്ങേണ്ടി വന്നത്, സ്വന്തം ജീവന് വേണ്ടി. രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലെന്ന ഭരണകൂടത്തിന്റെ ഇച്ഛാശക്തിയാണ് ഇവിടെ വിജയം കണ്ടിരിക്കുന്നത്. ആയുധമെടുത്തുള്ള പോരാട്ടങ്ങൾക്ക് ശക്തമായ ജനാധിപത്യ ഇന്ത്യയിൽ ഇനി സ്ഥാനമില്ല. മുഖ്യധാരയിലേക്ക് വരാൻ തയ്യാറായവർക്ക് പുനരധിവാസവും അല്ലാത്തവർക്ക് മരണവുമാണ് രാജ്യം നൽകുന്ന സന്ദേശം. ചുവപ്പ് ഭീകരതയ്ക്ക് മേൽ ഇന്ത്യ നേടുന്ന വലിയ വിജയമാണത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.